എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന മുത്തച്ഛൻ്റെ പേരാണ് പീതാംബരൻ. 75 വയസ്സായ ഈ മുത്തച്ഛൻ ഏകദേശം 50 സെൻറ്റോളം ഭൂമിയുണ്ട്. ഇവിടെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ പ്രയത്നമാണ്. നല്ലൊരു കർഷകനാണ്. വെറുതെ ഒന്നും ഭൂമി ഇട്ടുകൊണ്ടിരിക്കില്ല. പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന, ഇപ്പോഴും ഈ 75 വയസ്സായിട്ടും അധ്വാനത്തിന് യാതൊരു കുറവുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന പറമ്പിക്കാട്ടിൽ വീട്ടിൽ ഗോപാലൻ മകൻ പീതാംബരൻ, 75 വയസ്സെന്ന ഈ മുത്തച്ഛൻ. അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മുടെ പോട്ട ഫ്ലൈ ഓവറിൻ്റെ അവിടെ അതിന് കാറൊക്കെ ഓടിക്കും. കണ്ട, അംബാസഡർ കാറുണ്ട്. ഈ അംബാസഡർ കാറ് അവിടെ കൊണ്ടുപോയി നിർത്തി നിൽക്കുന്ന സമയത്താണ് ഈ പോട്ടയിലെ നിത്യശല്യൻ തന്നെ ഇവനെ പറയണം. ആരാ? കോട്ടപ്പറമ്പിൽ, പോട്ട സ്വദേശിയായിട്ടുള്ള കോട്ടപ്പറമ്പിൽ കുട്ടപ്പൻ മകൻ ബൈജു, 50 വയസ്സ്. ഇതാണ് ആ ബിരുദൻ. നിത്യശല്യം എന്ന് പറഞ്ഞാൽ ഈ പോട്ട തന്നെ ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സിനെ എന്തുമാതിരി വിഷമിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. ഇവിടെയുള്ള പല കുടുംബങ്ങളിലും ഇവന് തോന്നുന്ന രീതിയിലാണ് ഇവൻ്റെ ഇടപെടൽ. ഇവനെപ്പോലെയുള്ള നിത്യശല്യൻ, അങ്ങനെ നിത്യശല്യനായിട്ട് നടക്കുന്ന ഒരു സാമൂഹിക ജനദ്രോഹി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള പ്രതി ഈ മുത്തച്ഛൻ്റെ കഴുത്തിൽ കത്തി വെച്ച് പേടിപ്പിച്ച് പണം തട്ടിയെടുത്തു. മുത്തച്ഛൻ്റെ കയ്യിൽ പശുവിനെ വിറ്റ കാശുണ്ടായിരുന്നു 25,000-ന് മേലെ. അതുകൂടാണ്ട് മറ്റവർക്ക് പിണ്ണാക്കും മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അതും വേറെ കാശ് ഒരു കെട്ടുണ്ടായിരുന്നു. നമുക്കറിയാലോ, ഈ വയസ്സായ ആളുകൾ എപ്പോഴും ഈ പോക്കറ്റിൻ്റെ ഉള്ളിലാണ് ഈ പണം വയ്ക്കുക. ഇത് 2-3-4 കെട്ടുകളുണ്ടായിരുന്നു കാശ്. ഒരു 40,000-ൻ്റെ അടുത്തൊക്കെ വരുന്ന പൈസ ഉണ്ടായിരുന്നു ഈ വില്യപ്പൻ്റെ കയ്യിൽ. പക്ഷേ ഇപ്പോൾ കള്ളൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ നിത്യശല്യനായിട്ടുള്ള സാമൂഹ്യ ദ്രോഹിയായിട്ടുള്ള ഈ പോട്ടയിലെ ഈ കോട്ടപ്പറമ്പിൽ കുട്ടപ്പൻ മകൻ ബൈജു എന്ന് പറയുന്ന ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് ആകെ 25,000 ചില്ലറ രൂപയാണ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി പണം അവൻ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു പിടിപാടില്ല. പോലീസ് ഇതിൽ അന്വേഷണം കൃത്യമായിട്ട് നടത്തണം. ഈ വില്യപ്പൻ ഈ പ്രായത്തിലും അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ പണം അത് വില്യപ്പന് കണ്ടെത്തി തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കള്ളന്മാർ, ഞാൻ പറയുന്നത് ഈ പോട്ടയിൽ കത്തിക്കെന്തോ വലിയ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞത് 2-3 ദിവസം മുന്നല്ലേ നമ്മൾ കണ്ടത്. കത്തി കാണിച്ച് പേടിപ്പിച്ച് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഒരു പ്രതിനെ പിടിച്ചു. അപ്പോൾ പോട്ടയും കത്തിയും തമ്മിൽ വല്ല പ്രണയം. ഞാൻ പറയുന്നത് ഈ കത്തി മാറ്റി പിടിക്കുക, വേറെ വല്ല സംഗതിയാക്ക്. എന്തായിരുന്നാലും പോട്ടയും കത്തിയും തമ്മിൽ വലിയ പ്രണയത്തിലാണ്. ഇനി ആരൊക്കെയാണോ കത്തി കാണിക്കാൻ പോകുന്നത്. പക്ഷേ പോലീസ് പിന്നാലെ ഉണ്ട്, പിടികൂടും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ ഈ പുതുതലമുറയ്ക്ക് വരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഈ വില്യപ്പൻ, അതായത് സ്വന്തം പറമ്പിൽ ഞാൻ ഇവിടെ വരുമ്പോൾ 7 പശുവുണ്ട്. 7 പശു പറമ്പ്, ഇതൊക്കെ അധ്വാനിച്ച് അതിൻ്റെ പണം കൊണ്ടാണ് ഈ വില്യപ്പൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വയോധികരെ കത്തി കാണിച്ച് പേടിപ്പിക്കൽ മാത്രമല്ല ഈ ബിരുദൻ്റെ പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓട്ടക്കാരോട് ചോദിച്ചറിയാം. ഇവനൊക്കെ പണ്ടേ പിടികൂടേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ നാട്ടുകാരെ കൊള്ളില്ലാത്തതുകൊണ്ടാണ് ഈ വക ചെയ്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ചെയ്തികളൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഈ കോട്ടപ്പറമ്പിൽ കുട്ടപ്പൻ മകൻ ബൈജു എന്ന് പറയുന്ന ബിരുദൻ, നിത്യശല്യൻ. അപ്പോൾ എന്തായാലും പ്രതിനെ പിടിച്ചു. പക്ഷേ പൈസ വില്യപ്പന് മുഴുവൻ കിട്ടിയിട്ടില്ല. ഈ സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നത്. ഈ കാണുന്ന എൻ്റെ പിറകിൽ കാണുന്ന ഈ വീടും കിടക്കുന്ന അംബാസഡർ കാറുണ്ട്, അതൊക്കെ വില്യപ്പൻ ഓടിച്ചിട്ടാണ് പോകുക. പിന്നെ പറമ്പിൽ കാർഷിക വിളകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വില്യപ്പൻ ജീവിക്കുന്നത്. എന്തായിരുന്നാലും വയോധികർ സൂക്ഷിക്കുക. ഈ കത്തിയുമായിട്ട് വരുന്ന ബിരുദന്മാർ ഇനിയും ചാലക്കുള്ളുണ്ട്. പോട്ടയിൽ ഈ കത്തിയുമായിട്ടുള്ള രൂപാന്തരീകരണം അവസാനിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. 4:30 മണിക്ക് ഇലക്ട്രീഷ്യൻ കടയുടെ അടുത്ത് വണ്ടി നിർത്തി. എവിടെ? കോട്ട ഈ ബൈപ്പാസിൻ്റെ അടുത്ത്. എന്നിട്ട് പാല് ഇങ്ങപ്പുറത്തെ സൈഡിൽ കടയിലെ ആയുർവേദ കടയില്ലേ, അതിൽ കൊടുത്ത് ഞാൻ ചെല്ലും മണിക്ക് പോകാൻ കുത്തി പൊളിച്ച് കാശെടുത്തു. ഈ പറയി കിടക്കുന്ന കാറും കൊണ്ടാണോ പോയേ വില്യപ്പൻ? ഈ കാറും കൊണ്ടാണോ പോയേ? എന്നിട്ട് ബലം പിടിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കത്തി വെച്ചു. കത്തി വെച്ചു എവിടെ? കുറയ്ക്കല് ഇപ്പോൾ കൊല്ലൊന്നും പറഞ്ഞിട്ട് ബലം പിടിച്ച് അവൻ കടന്ന്. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്ന് അതിൽ കയറി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരെ പോട്ടയിൽ ഓടിക്കുന്നത് ഒത്തിരി പൊക്കത്തില്ലേ. അവനോട് ഞാൻ പറഞ്ഞു, എടാ എൻ്റെ കാശ് എടുത്തിട്ടുണ്ട് അവനെ കൊണ്ടുവരുന്നിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഇറക്കി വിട്ടു കേട്ടോ. വില്യപ്പൻ്റെ എത്ര കാശുണ്ടായിരുന്നു ആകെ? വില്യപ്പൻ്റെ എത്ര കാശുണ്ടായിരുന്നു ആകെ? 10-30 മേലെ ഉണ്ട്. അപ്പോൾ അതിലാകെ ഇപ്പം എത്ര കിട്ടിയവൻ്റെ? 25.5. അപ്പോൾ ബാക്കി കാശ് എന്തിട്ട് ചെയ്താവോ?